ഇപ്പം നിലവിലെ ആൾക്കാരെല്ലാവരും ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. ഇപ്പം മരം നട്ടുപിടിപ്പിക്കാന്ന് വെച്ചാൽ ഇപ്പം പഴയ പോലെ എളുപ്പമല്ല. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഓൾറെഡി നമ്മളെക്കാളും 3 വർഷം മുമ്പിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിക് ബൈക്കോ ഇലക്ട്രിക് കാറോ ഇലക്ട്രിക് സ്കൂട്ടറോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള PM സൂര്യകരണ സബ്സിഡി മുഖേന നമ്മൾ സോളാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായ വിലയാവുന്നുള്ളൂ. അതും ഇപ്പോൾ 5.75% ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അധികം ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ തരുന്നുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം മുതലാക്കി എല്ലാവരും സോളാറിലേക്ക് മാറുക. സോളാറിലേക്ക് മാറിയുള്ള വേറെ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ, കൺവെൻഷൻ ഓവന് അതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പാചകവാചകത്തിന് ഇപ്പോൾ എനിക്കൊന്ന് കൊമേഴ്ഷ്യൽ 1000-1200 വിലയുണ്ട്. അപ്പോൾ അതെല്ലാം സേവ് ചെയ്യാൻ മാസം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ 1-2 ഗ്യാസ് കുറ്റിയാണ് ഒരു വർഷം എടുക്കുന്നത്. അപ്പം ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 15,000 രൂപ ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സോളാർ ചെയ്യുന്നത് നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഇപ്പം മരങ്ങൾ നട്ടുപിടിപ്പിക്കാന്ന് വെച്ചാൽ ഇപ്പം പഴയ പോലെ എളുപ്പമല്ല. അപ്പം നമ്മൾ സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമ്മൾ സമൂഹത്തിന് നല്ല നാളേക്ക് വേണ്ടി നമ്മുടെ ഭാവി തലമുറയ്ക്കും കൊടുക്കുന്നത്.